അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഈ വീഡിയോസിലേക്ക് വന്നത് കാര്യമായിട്ട് ചില വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ എന്നൊക്കെ പറയും. പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ പൊതുവെ പറയുന്നൊരു വാക്കാണ്, കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയും. ശരിയാണ്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10 മാസം ഗർഭം ചുമന്ന് പേറ്റുനോവ് സഹിച്ച് നമ്മളെ പല രൂപത്തിലും പല കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവും. ഓരോ ഉമ്മമാരുടെയും ഓരോ അമ്മമാരുടെയും കഥകളൊക്കെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് അറിയുകയാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. ജീവിതത്തിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ നമ്മളെ പോയിട്ടുന്നുണ്ടാവാം. ഒരു പക്ഷേ വയ്യാത്ത അച്ഛന്മാരുടെ കഥ അല്ലെങ്കിൽ ഉപ്പമാരുടെ കഥയുള്ളവരുണ്ടാവും. ഇതൊക്കെ നമ്മിൽ നിന്ന് മറച്ചു വെച്ച് ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്തിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ഏതെല്ലാം മേഖലയിൽ എത്തിയിട്ടുണ്ടോ, പല മേഖലയും, അതേത് മേഖലയിലാണ്, നല്ല മോശമല്ലാത്ത അത്യാവശ്യം സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു 4 ആൾ അറിയുന്ന രൂപത്തിലൊക്കെ നമ്മളായിത്തീർന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ മാതാപിതാക്കളാണ്. എന്തിനാ ഇങ്ങനെ പറയുന്നറിയോ? ഇപ്പോൾ എല്ലാവരും ഇല്ലോട്ടോ, ഒരു 100-ൽ 10% ഇപ്പോഴും അവർ പഠിച്ച് വലിയ വലിയ പദവികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഭാരമായി അവരുടെ ഉമ്മ അല്ലെങ്കിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ. മാതാപിതാക്കൾ വലിയൊരു ഭാരമായി തീർന്നു. കെട്ടിയ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയാനൊക്കെ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വൃദ്ധസദനങ്ങൾ ഏറി വരികയാണ്. ആ വൃദ്ധസദനങ്ങളിൽ തന്നെ എത്രത്തോളം നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം മക്കൾ കൊടുക്കുന്ന പരിചരണങ്ങൾ മുഴുവനും കൊടുത്തുകൊണ്ട് എല്ലാ നിലക്കും അവരെ സംരക്ഷണം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നവർ തന്നെ അതിൽ വളരെ വിരളമായിരിക്കും. നമ്മുടെ കൊച്ചുകാലത്തിൽ ഒരുപാടുണ്ട് വൃദ്ധസദനങ്ങൾ പെരുകി വരികയാണ്. പക്ഷെ നല്ല രീതിയിൽ പോകുന്നതുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല, മറിച്ച് ചില മക്കൾ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ, ചിലപ്പം നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ വിദേശത്ത് പോകേണ്ടി വന്നാൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ട്. അതിന് വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകേണ്ടത്. അത് നല്ലോണം അവരിടക്കിടക്ക് ഫോൺ വിളിച്ച് അന്വേഷിച്ച് നല്ല അങ്ങനെയുള്ള ആതുരാലയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെട്ട അങ്ങനെ വൃദ്ധസദനത്തിന് വേണ്ടി മാത്രം ഒരുപാട്, അതല്ലാതെ വേറെയും പല ഓട്ടിസം ബാധിച്ച കുട്ടികളെയും അതുപോലെ വയോവൃദ്ധരായ ആരോഗ്യമില്ലാതെ തെരുവിൽ തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇതുപോലെ ഏൽപ്പിക്കപ്പെടുന്നവർ ഏറ്റെടുത്ത് സ്വന്തം മാതാവിനെ പോലെ പോറ്റുന്നവർ, നമ്മളെ മജീഷ്യൻ മുതുകാട്, അതുപോലെ അടുത്ത് നമ്മൾ നൗഷാദ് ബാക്കവി, നല്ല സ്ഥാപനങ്ങളുണ്ട് അല്ലേ. അവർ ഉദ്ദേശം അവർ സ്വന്തം അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ ഉമ്മയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അവർ പരിഗണിച്ചു കൊണ്ടുപോവുകയാണ്. അവർ പരിലാളനോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാ സ്നേഹവായ്പും നൽകിക്കൊണ്ട് മക്കളില്ലാത്ത കുറവ് അവർ അറിയിക്കാത്ത രൂപത്തിൽ കൊണ്ടുപോകുന്നവരുമുണ്ട്, ഞാനീ പറഞ്ഞതുപോലെ. പക്ഷേ പലപ്പോഴും എത്രത്തോളം നമ്മുടെ ഈ വൃദ്ധസദനങ്ങൾ, അതിൽ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെ അത്ര കെയർഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും പറയുന്നു അല്ല. പല വൃദ്ധസദനങ്ങളിൽ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള അമ്മമാരെ ഉമ്മമാരെ അടിക്കുന്നവർ, തൊഴിക്കുന്നവർ, ദേഹോദ്രവം ചെയ്യുന്നവർ, അല്ലാതെ പീഡിപ്പിക്കുന്നവർ അല്ലേ. മക്കൾ അവിടെ ആക്കിയിട്ടങ്ങ് പോവും. അവർ മാസാമാസം ശമ്പളം കൊടുക്കും, ഒന്ന് വിളിച്ചു ചോദിക്കാനോ ഒന്നിനും പറ്റൂല. 10 മാസം ഗർഭം ചുമന്ന് ഈ സായിപ്പിൻ്റെ മോനെ ഇങ്ങനെ ആക്കി മാറ്റിയ അവൻ വല്ല ഇംഗ്ലണ്ടിലോ UK ഇരുന്നിട്ട് ഫോൺ വിളിക്കും. ആർക്ക്? അവിടെയുള്ള മെമ്പർ, അവിടുത്തെ നോക്കുന്ന ആൾക്കാർക്ക്. എന്നാൽ അത്ര പോലും അമ്മയുടെ ശബ്ദം കേൾക്കാൻ അവർ കൂട്ടാക്കൂല. ഉമ്മയുടെ
അല്ലെങ്കിൽ പിതാവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മാതാവിൻ്റെ ശബ്ദം കേൾക്കാൻ അവർക്ക് നേരെയില്ല, അല്ലേ? അങ്ങനെ അത്രയും വൃത്തികെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത് ഒരു വീഡിയോസ് അത് ആ ഒരു കുറച്ച് ഭാഗം കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ തിരിയാൻ വേണ്ടിയിട്ടാണ്. ആ മകൻ അമ്മയെ ഏതോ വൃദ്ധസ്ഥലത്തിൽ കൊണ്ടുപോകുന്നു, പക്ഷേ ആ അമ്മ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ വയനാട്ടിലൊരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ അമ്മയെ 10 മാസം ഗർഭം ചുമന്ന എല്ലാ വേദനയും എല്ലാ സങ്കടങ്ങളും കടിച്ചിറക്കി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരമ്മ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ അമ്മയെ കൊണ്ടുവരുന്നത്. ഫോറസ്റ്റുകാർ പിടിക്കാൻ അവിടെ ആ മകനും എത്തുന്നുണ്ട്, അല്ലേ? ആ മകൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കണ്ണുള്ളവർക്ക് കണ്ണിൻ്റെ വില അറിയില്ല, കണ്ണ് പോകുമ്പോഴേ അതിൻ്റെ വില അറിയൂ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? അപ്പനും അമ്മയും ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഏതായാലും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. പ്രശ്നമൊന്നുമില്ല, ഫിറ്റാണ്. ചെറിയ ഫോൺ പറഞ്ഞോ, ഫിറ്റാണ്, പ്രശ്നമൊന്നുമില്ല. എന്താണ് അയാൾ നോക്കിക്കോട്ടോ, ലാലുവേട്ടനെ നോക്കിക്കോ. അയാൾ നടക്കുവോ? അവിടെ തന്നെ നിന്നാ ഇതെന്നാ ഇലക്ട്രോണിക്കാ നോക്കട്ടെ. എടിയാ അതിനെ കരി കണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കി. പക്ഷേ എന്തോ ആ മകൻ അവിടെ കണ്ടു, അമ്മയെ കണ്ടു, പൊട്ടിക്കരയുന്നുണ്ട്. ഏതായാലും ആ തിരിച്ചറിവിന് വലിയൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. എന്തോ ഒരു ബുദ്ധിമോശത്തിൽ അമ്മയെ കൊണ്ടുപോയി, ശരി തന്നെയാണ്. പക്ഷെ ആ അമ്മ, ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യത്തിലേക്ക് ആ അമ്മ അവിടെ വിട്ട് ഓടിപ്പോയത്. ഒന്ന്, അതിലേറ്റവും വലിയൊരു കാര്യം ആത്മാഭിമാനം. ലോകത്തെല്ലാവർക്കും വലുതാണ്. ആ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന അഭിമാനം, ആ ആത്മാഭിമാനം അവിടെ നിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടാവില്ല. ഒന്നതായിരിക്കാം, അറിയില്ല കേട്ടോ. ഒന്ന്, ആ ഉമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാഭിമാനം അവിടെ നിൽക്കാൻ ആ ഉമ്മയെ സമ്മതിച്ചിട്ടില്ല. കാട്ടിൽ കടന്ന് മരിക്കേണ്ടി വന്നാലും ഇതിനുള്ളിൽ കിടക്കില്ല. അപ്പോൾ ആ അമ്മയുടെ കൽബ്, ആ അമ്മയുടെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടാകും. ഞാൻ വേദന സഹിച്ച് ഒരുപാട് നോറ്റുപേവ് സഹിച്ച് ഒരുപാട് വേദനകൾ സഹിച്ച് ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ അവസാനം എനിക്കിതാണല്ലോ തന്നത് ഈശ്വര എന്നോർത്താവും അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ മകൻ തിരിച്ചു. രണ്ടാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സുരക്ഷിതമല്ലാത്തൊരിടമായിരിക്കാം. ആ അമ്മയ്ക്ക് അത്ര ജീവിക്കാൻ അത്ര ഒരു സുഖകരമായ ഒരു അവസ്ഥയല്ലായിരിക്കാം. ഈ 2 കാരണങ്ങളും മുമ്പിലുണ്ട്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഏതായാലും ആ മകൻ്റെ ബുദ്ധിമോശം കൊണ്ട് കൊണ്ടുപോയത് ശരി തന്നെയാണ്. പക്ഷേ രണ്ടാമത് തിരിച്ചു വന്ന് ആ തെറ്റാണെന്ന് മനസ്സിലാക്കി ആ ഫോറസ്റ്റുകാർ പിടിക്കുമ്പോൾ ആ അമ്മയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ലോകത്ത് ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മാതാപിതാക്കളാണ്. ഇങ്ങനെ ഇതിപ്പോൾ നമ്മളെ കൺമുമ്പിൽ കണ്ടതുകൊണ്ടാണ്. ഇങ്ങനെ കാണാതെ ലോകത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തണ്ണയിൽ എല്ലാം അന്തേവാസങ്ങളിലായിരിക്കണം എന്നില്ല. അതും അടിച്ചിറക്കിയിട്ട് മുമ്പൊരു വീഡിയോസ് ഞാൻ കണ്ടു, ഒരു പിതാവിൻ്റെ വീഡിയോസ്. അയാൾ സങ്കടം പറയാണ്. വർഷങ്ങളോളം ഗൾഫിൽ ഞാൻ അധ്വാനിച്ചു, എനിക്ക് വേണ്ടി ഞാനൊന്നും മാറ്റി വെച്ചിട്ടില്ല, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു, എനിക്ക് എന്തെങ്കിലും മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ഞാനത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം മക്കൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ നിങ്ങൾ സമ്പാദിക്കുന്നൊരു വിഹിതം നിങ്ങൾക്കും നിങ്ങളെ പാതിയായ ഭാര്യയ്ക്കും വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണേ. ഭാര്യനെ പറയാൻ കാരണം ആ ഭാര്യയാണ് നമ്മുടെ ഭാര്യ, നമുക്ക് ഭാര്യയാണ്, പക്ഷേ അത് നമ്മുടെ മക്കളുടെ ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ്.
നാളെ നമ്മളെ കണ്ണടഞ്ഞാലും അവൾ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇനി അങ്ങോട്ടുള്ള ലോകം, ഇനി അങ്ങോട്ടുള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഞാനടക്കം ഓരോ രക്ഷിതാക്കളും കേൾക്കേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടി വല്ലതും മാറ്റി വെച്ചിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥയും ഇതേപോലെ പെരുവയിലായിരിക്കും. ഏതായാലും ഇരിക്കട്ടെ, ഇത്തരം സംഗതികൾ കാണുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ ഈറണി പോയി. അപ്പോൾ ആ പിതാവ് കടത്തിണ്ണയിൽ മക്കളെ അടിച്ച് പുറത്താക്കണേ. എന്നാൽ ചില ഭാര്യമാർ നല്ലവരുണ്ട്, എന്നാൽ മോശപ്പെട്ടവരുടെ മക്കളപ്പുറം കൂടിയിട്ട് പിതാവിനെ അടിച്ചിറക്കുന്നവരുണ്ട്, തിരിച്ചുമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പിതാവിനെ അടിച്ചിറക്കുന്നവരായിരിക്കും. പക്ഷെ അതിൻ്റെ പയ്യായിരിക്കും പിന്നീട് ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെയുണ്ട്. ഏതായാലും ആ കടത്തിണ്ണയിൽ തൻ്റെ കാർബോർഡിൻ്റെ ഷീറ്റ് വിരിച്ചുകൊണ്ട് കടന്നുറങ്ങാണ്. അയാൾ കഥ പറയുകയാണ്, എല്ലാം നോക്കാൻ ആളില്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി വല്ലതും മാറ്റി വെക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മക്കളെ സ്നേഹിക്കണം, മക്കൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ വല്ലതും മാറ്റി വെക്കണം. അറിയില്ല, നമ്മളെ മക്കൾ നാളെ ചവിട്ടി പുറത്താക്കണമെന്ന് നമ്മളെ മനസ്സിൽ തോന്നിയത് കൊണ്ടല്ല, മറിച്ച് ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രം. പ്രത്യേകിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാണ്, നമ്മൾക്ക് വേണ്ടി വല്ലതും മാറ്റി വെക്കണേ. നമുക്ക് വേണ്ടി ആ ഒരു കരുതൽ നമുക്കുണ്ട് എന്ന്. നാളെ എല്ലാവരും കൈവിടുമ്പോൾ നമുക്ക് നാളെ ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്നൊരു ചിന്ത കൽവിലുണ്ടായാൽ മതി. ഇനി വരുന്ന ജനറേഷൻ അങ്ങനെയാണ്. കാരണം വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇതൊക്കെ പെരുകി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു അമ്മയുടെ കാര്യം നമ്മൾ അറിഞ്ഞു, മീഡിയയിലൂടെ അറിഞ്ഞു. പക്ഷേ ഇതുപോലെ അറിയാതെ എത്ര അമ്മമാർ ഈ ലോകത്ത് നെഞ്ചുപൊട്ടി കണ്ണീരൊഴുക്കി ആരോരും അറിയാതെ, ആരോരും കാണാതെ കടന്നു പോയിട്ടുണ്ടാകും. ആരുടെ മണ്ണിനുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടാകും. എത്ര അമ്മമാർ, എത്ര ഉമ്മമാർ. ആരും അറിയില്ല, ആരും കേൾക്കാനില്ല. അവരെ കേൾക്കാൻ അല്ലേ ഖുർആൻ പറഞ്ഞല്ലോ, ഫലാ തഖുല്ലഹുമ ഉഫിൻ വലാ തനഹറുമ. ചെയ്യുന്നുള്ള വാക്ക് പോലും അവരോട് നിങ്ങൾ പറയാൻ പാടില്ല. വഖുല്ലഹുമ ഖൗലൻ കരീമ. പറയുകയാണെങ്കിൽ പോലും മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കണമെന്നും ഖുർആൻ പറയുന്നുണ്ട്. മക്കളും ചിലപ്പോൾ മാതാപിതാക്കൾ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോട് ദേഷ്യം പിടിക്കും, മക്കൾ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ശാഠ്യം പിടിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പിന്നെയും കയറി ചെല്ലും അല്ലേ. ആ ഒരു വിളിയുണ്ട്. നമ്മളൊന്നും അവർക്ക് കൊടുക്കണമെന്നില്ല, മറിച്ച് ഞാൻ പറയട്ടെ, നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരൊറ്റൊരു കാര്യമുള്ളൂ, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വിളിയുണ്ട്, ഉമ്മ, ഉപ്പ, അല്ലെങ്കിൽ അമ്മേന്ന്, അല്ലെങ്കിൽ അച്ഛാന്നും മനസ്സറിഞ്ഞൊരു വിളിയുണ്ട്. ആ വിളി അവർക്കത് മതി. അതിൻ്റെ വിഷമം തിരിയെന്നപ്പോൾ പറയും. ആ വിളിക്കാൻ നമ്മുടെ ഉമ്മറപ്പടിയിൽ, നമ്മുടെ പൂമുഖത്തിണ്ണയിൽ ഒരാൾ അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണ്, നഷ്ടപ്പെടുമ്പോഴാണ് ആ വിളിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. സ്നേഹത്തോടെ വിളിക്കല്ലോ ഉമ്മ, അമ്മയെന്നൊരു വിളിയുണ്ടല്ലോ. ആ വിളിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക, അതിൻ്റെ വേദന മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയോ? ആ ഭൂമുഖത്തിണ്ണയിൽ ആ ഒരു അനുഗ്രഹം ഇല്ലാതെയാകുമ്പോഴാണ്. കയറി ചെല്ലുമ്പോൾ മനസ്സറിനെ വിളിക്കാൻ, അമ്മയെന്ന് വിളിക്കാൻ, ഉമ്മാന്ന് വിളിക്കാൻ ആളില്ലാതാവുന്ന സമയമുണ്ട്. അപ്പോഴാണ് നമ്മളൊന്ന് ശരിക്കും അനുഭവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയാനൊന്നേ ഉള്ളൂ, മുമ്പിലുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട്. ഒരുപാട് കൊടുക്കണം എന്നല്ല പറയുന്നത്, ഉള്ളതുകൊണ്ട് അവരെ നോക്കുക. അതിലെല്ലാം ഉപരി അവരൊന്ന് സ്നേഹിക്കുക, അവർ ഇടക്കിടക്ക് ചെന്ന് കാണുക. അവരിപ്പോൾ ദേഷ്യം പിടിക്കും, പക്ഷെ എന്നാലും നമ്മൾ കയറിച്ചല്ല. ഒരു സമ്പാദ്യമാണ്. മാതാപിതാക്കൾ ജഗദീശ്വരൻ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കി പോവാൻ ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ഒന്ന് തയ്യാറാവണം. നാളെയുടെ തലമുറയിൽ ഇങ്ങനെയൊന്നിനി ഇല്ലാതിരിക്കട്ടെ. ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചേ മതിയാകൂ, സംരക്ഷിച്ചേ തീരൂ. അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ബാക്കി തുടർശാപമായിട്ട് നമുക്കിടയിൽ വീണ്ടും കാണേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.